സലാം. മോഹൻലാൽ കണ്ണപ്പയിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുകയാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ടൈറ്റിൽ ക്യാരക്ടർ, അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ പോസ്റ്റർ പുറത്ത് വിട്ടിരിക്കുകയാണ്. കിരാത എന്ന ക്യാരക്ടറാണ് അദ്ദേഹം അതിനകത്തിൽ ചെയ്യുന്നത്. വമ്പൻ സിനിമയാണ്. വമ്പൻ ബഡ്ജറ്റിൽ വരുന്ന പുണ്യ പുരാണ ഇതിഹാസ കഥകളിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഒറിജിനൽ കഥ തന്നെയാണ് ഈ ഒരു സിനിമ എന്നുള്ളതാണ് അടിവരയിട്ട് അവർ തന്നെ പുറത്തേക്ക് വിടുന്നത്. ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി എന്നുള്ള വാക്കിലാണ്. വിഷ്ണു മഞ്ജുവാണ് നായകനായി എത്തുന്നത്. ഏപ്രിൽ 24 സിനിമ റിലീസിനും എത്തുന്നത്. ഇന്ന് മോഹൻലാലിൻ്റെ ആ ഒരു ക്യാരക്ടർ പോസ്റ്റർ വന്നു കഴിഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാവുകയാണ്. ഇങ്ങനെ മലയാളികൾ മാത്രമല്ല, തെലുങ്കിലും കന്നഡയിലും തമിഴിലുമൊക്കെ ഉള്ള ആളുകൾ ഈ ഒരു ക്യാരക്ടർ പോസ്റ്ററിനെ വാനോളം ഇഷ്ടപ്പെടുകയും അവരെല്ലാവരും വലിയ രീതിയിൽ അതിൽ ആഘോഷമാക്കുകയും ചെയ്യുകയാണ്. കിരാത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിരാത മൂർത്തിയാണ് എന്നുള്ളതാണ് ഈ ഒരു പോസ്റ്ററിൽ നിന്ന് നമുക്ക് കാണുമ്പോൾ. അതായത് ശിവനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. അതിനകത്തിൽ ശിവഭക്തനാണ് കണ്ണപ്പയുടെ കഥയാണ് ഇതിനകത്തിൽ വരുന്നത്. അതിനകത്തിൽ കിരാതമൂർത്തിയായിട്ട്, അതായത് കാട്ടാള വേഷത്തിലുള്ള ശിവനായിട്ടാണ് മോഹൻലാൽ വരുന്നത്. നമ്മൾ ആദ്യമേ ഈ ഒരു സിനിമ തുടങ്ങുന്ന സമയത്ത് മോഹൻലാൽ ശിവനായി വരുന്നു എന്നുള്ള ഒരു വാർത്ത നമ്മൾ പുറത്തുവിട്ടതാണ്. ആ ഒരു ക്യാരക്ടർ തന്നെയാണ് എന്നുള്ളതാണ് ഇതിനകത്തിൽ നമുക്ക് വിശ്വസനീയമായിട്ട് തോന്നുന്നത്. എന്തായാലും മാസ്റ്റർ ഓഫ് ദ പാശുപതാസ്ത്ര എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് പാശുപതാസ്ത്രം പാർത്ഥിന് നൽകിയ പശുപതി, അതാണ് ശിവൻ. അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്യാരക്ടറാണ് കിരാതമൂർത്തിയായിട്ട് മോഹൻലാൽ എത്തുന്നത് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതായത് വിക്ടറി ഓവർ ദ വിക്ടോറിയസ് എന്ന് പറയുന്നത്, ദ ലെജൻഡറി കിരാത ഓഫ് ദ ഫോറസ്റ്റ്. ഇത്രയുമാണ് ആ ടൈറ്റിൽ പോസ്റ്ററിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ പോസ്റ്ററിൽ എത്തിച്ചിരിക്കുന്നത്. എന്തായാലും ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഗംഭീര വാർത്ത തന്നെയാണ്. വീണ്ടും ലാലേട്ടൻ വസന്തം ഇവിടെ അലയടിക്കാൻ പോകുന്നു. എല്ലാ ഭാഷകളിലും, അതായത് മലയാളത്തിൽ മാത്രമല്ല എന്നുള്ളതാണ്. ഇനി വരാനിരിക്കുന്ന സിനിമകളെല്ലാം അങ്ങനെ തന്നെയാണ്. ഈ ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1976 ഭക്ത കണ്ണപ്പ എന്ന ഒരു ചിത്രം ഇറങ്ങുകയും അതിനൊരു ട്രിബ്യൂട്ടായിട്ടാണ് അറിയാൻ കഴിയുന്നത്. എന്താണേലും വമ്പൻ താരനിരയോടുകൂടി ഇന്ത്യയിലെ തന്നെ പ്രമുഖരായിട്ടുള്ള താരങ്ങളെ അണിനിരത്തിക്കൊണ്ടാണ് ഈ സിനിമ വരുന്നത്. വിഷ്വലി അമ്മാതിരി ഒരു സിനിമയാണ്. അതേപോലെ തന്നെ വിഷ്ണു മഞ്ജുവിൻ്റെ പ്രസ്റ്റീജിയസ് പ്രോജക്റ്റ് കൂടിയാണ്. അതിനകത്തിൽ സൗത്ത് ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയിലുമുള്ള ഏറ്റവും മികച്ച, ഏറ്റവും മാർക്കറ്റ് വാല്യൂ ഉള്ള താരങ്ങളെ നിറച്ചിട്ടുള്ള ചിത്രം തന്നെയാണ്. വെറുതെ വന്നു പോകുന്ന ഒരു കഥാപാത്രമായിട്ടല്ല മോഹൻലാൽ ഇതിനകത്തിലുള്ളത്. ഇതിനകത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറുകളിൽ ഒന്ന് തന്നെയാണ് കിരാതൻ അല്ലെങ്കിൽ കിരാത ആയിട്ട് അദ്ദേഹം എത്തുന്നത്. എന്താണേലും നമ്മൾ കാത്തിരിക്കുകയാണ്. നിങ്ങൾ ഈ ഒരു പോസ്റ്റർ കണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻസിലൂടെ രേഖപ്പെടുത്താം. എന്താണെങ്കിലും സിനിമയുടെ വിഷ്വൽ സംഭവങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ഒന്നൊന്നര സംഭവമാണ് എന്നുള്ളൊരു തോന്നൽ നമുക്ക് വന്നിട്ടുണ്ട്. അതുകൂടാതെ ഈ ഒരു പോസ്റ്ററും മികച്ച് നിൽക്കുന്നു എന്നുള്ളതാണ്. വീണ്ടും മോഹൻലാലിനെ അന്യഭാഷയിൽ ശരിക്കും ഒന്ന് യൂട്ടിലൈസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു കാര്യം അദ്ദേഹത്തെക്കുറിച്ച് അവർ തന്നെ എഴുതിയിട്ടുണ്ട്. വേറൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ ബ്രില്യൻസ്, ആക്ടിങ് ബ്രില്യൻസ്, അത് നമ്മുടെ ഹിസ് ഡെഡിക്കേഷൻ ആൻഡ് ബ്രില്യൻസ് ഇലൂമിനേറ്റ് ദ സേക്രഡ് ടേൾ ഓഫ് വാലർ ആൻഡ് ഡെവോഷൻ ടു ലൈഫ് എന്നുള്ളതാണ് അവർ തന്നെ പറഞ്ഞിരിക്കുന്നത്. അതായത് മോഹൻലാലിൻ്റെ ഒരു ബ്രില്യൻസ് ആക്ടിങ്ങിനെ തന്നെയാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുക എന്നുള്ളതാണ്. എന്തായാലും അങ്ങനെ ആ ഒരു വെയിറ്റ് ഓവറായിരിക്കുകയാണ്. നമ്മൾ കാത്തിരിപ്പ് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഗംഭീരമായിട്ടുള്ള മോഹൻലാലിൻ്റെ, നമ്മുടെ ലാലേട്ടൻ്റെ ആ ഒരു ലുക്ക് പുറത്തേക്ക് വന്നിരിക്കുന്നു. ഇനി നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾക്ക് അതിൻ്റെ കമൻസും കാര്യങ്ങളുമൊക്കെ ഒന്ന് രേഖപ്പെടുത്താം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തരാം. ലാൽ സലാം.